ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചുകൾ പ്രതീക്ഷിക്കുകയും വേണം. ആഗോള വിപണികളിൽ നഷ്ടം തുടരുക തന്നെയാണ്. US ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ നീങ്ങിയേക്കും എന്നുള്ള ട്രംപിൻ്റെ ഒരു നിരീക്ഷണവും അതിൻ്റെ ആ രീതിയിലുള്ള ഒരു പ്രസ്താവനയും US വിപണിയെ വലിയ തോതിലൊരു വിൽപ്പനയ്ക്ക് കാരണമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി US വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന തുടരുക തന്നെയാണ്. വരും ദിവസങ്ങളിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു നീക്കം നമ്മുടെ വിപണിയിൽ, ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയും ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകം തന്നെയാണ്. ഇടക്കാലത്ത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് നേരിയ തോതിലൊന്ന് കുറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും 2000 കോടിക്ക് മുകളിൽ വിൽപ്പന തുടരുകയുണ്ടായി. ഈ ഒരു 2 പ്രവണതകളും പ്രതികൂലമായിരിക്കുന്നത് വരും ദിവസങ്ങളിലും വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കും. 22,500 എന്നുള്ള മുൻനിര സൂചികയായി നിഫ്റ്റിയുടെ നിലവാരം വളരെ പ്രധാനമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ സാധ്യത കാണുന്നുള്ളൂ. ഇന്നലെ വ്യാപാരത്തിനിടെ ആ നിലവാരത്തിൽ താഴേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ബാങ്കിങ് മേഖലയിൽ സമ്മർദ്ദം തുടരുകയാണെങ്കിൽ അതും ഒരു പരിധിവരെ വിപണിയുടെ ഇനി മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കും. നിലവിലെ സാഹചര്യത്തിൽ 22,800 എന്നുള്ള നിലവാരം മുൻനിര സൂചിക്ക് പ്രധാനമാണ്. അതേപോലെ താഴേക്ക് 22,250 എന്നുള്ള നിലവാരവും വളരെ പ്രധാനം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. ആഗോള സാഹചര്യങ്ങളും നിർണായകമായിരിക്കും. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഇനിയുള്ള ദിവസങ്ങളിൽ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും.